കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. 2525 കിലോമീറ്റർ നീളമുണ്ട് മഹാനദിയായ ഗംഗയ്ക്ക്. 4-5 സംസ്ഥാനങ്ങളിലൂടെയും പിന്നെ മറ്റൊരു രാജ്യത്തൂടെയും ഒഴുകുന്ന ഒരു വലിയ നദിയാണ് ഗംഗ. ഇന്ത്യ, ബംഗ്ലാദേശ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ ഗംഗാനദിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഇന്ത്യയിലുള്ള ഒട്ടുമിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് ട്രോളുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം അവരുടെ പദ്ധതികളിൽ ഒന്നായിരുന്നു നമാമി ഗംഗ എന്ന പദ്ധതി. അതാണ് ഏതാണ്ട് 2000 കോടിക്ക് മുകളിൽ ചെലവ് വന്ന ഒരു ബൃഹത് പദ്ധതിയാണ്. അത്രത്തോളം കോടികൾ ചെലവഴിച്ചുകൊണ്ട് 2525 കിലോമീറ്റർ നീളമുണ്ട് എന്നോർക്കണം. അത് വൃത്തിയാക്കുന്ന അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിന് ജനങ്ങളും അതിൻ്റെ കൂടെ ഭരണകൂടവും എല്ലാം ഒന്നിച്ച് നിന്നപ്പോൾ ഇന്നത് സാധ്യമായി. എന്നിട്ടും വർഷങ്ങൾ കഴിഞ്ഞ്, അതായത് ഈ നമാമി ഗംഗ എന്ന പദ്ധതി പുരോഗമിക്കുന്നു, അത് വൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ പോലും കേരളത്തിലുള്ള ചില ആളുകൾ ഗംഗ വൃത്തിയായിട്ടില്ല എന്നും ഇപ്പോഴും അവിടെ മാലിന്യങ്ങൾ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ മോങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി തന്നെ ആ ഗംഗയിൽ ഇറങ്ങി കുളിക്കുകയും ആ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർ ഒന്ന് അടങ്ങിയത്. അപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മുറുമുറുത്തുകൊണ്ടിരുന്നു. ഒന്ന് ഓർത്തു നോക്കുക, നമ്മുടെ 4-5 ഇരട്ടി ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ 24 കോടിയോളം ജനസംഖ്യയുള്ളൂ. 4 അല്ല 5 അല്ല, ഏതാണ്ട് 6 ഇരട്ടി വരുമെന്ന് തോന്നും. അപ്പോൾ അത്രയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു വലിയ സംസ്ഥാനം, നമ്മുടെയൊക്കെ സംസ്ഥാനത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ സംസ്ഥാനം. പൊതുവേ ഇവിടെ ഉള്ളവർ പറയുന്നത് തന്നെ ഉത്തർപ്രദേശുകാർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ലെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. എന്നാലും അങ്ങനെയുള്ള ഒരു ജനതയെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ മാറ്റിയെടുത്തു എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കിയേ. ഭരണകൂടങ്ങളുടെ ഒരു ഇച്ഛാശക്തി കൂടി അവിടെയുണ്ട്. നമുക്കറിയാം, അവിടെ അതിൻ്റെ ഗംഗയുടെ തീരങ്ങളിൽ ഈ വിശ്വാസപരമായിട്ട് തന്നെ മൃതശരീരങ്ങൾ അവിടെ ദഹിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് മൃതശരീരങ്ങൾ വരും. ചിലതൊക്കെ മുഴുവൻ കത്തിത്തീരുന്നതിന് മുമ്പ് തന്നെ അവർ, അതായത് അവിടെ ജീവനക്കാരും മറ്റുമൊക്കെ ഉണ്ട്, എടുത്ത് ഈ ഗംഗയിലേക്ക് തട്ടുമായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ കൂടിയാണ് അത് മലിനമായത്. അവിടെ മാത്രം കാണുന്ന ചില പ്രത്യേകതയായിരുന്നു അത്. ഗംഗയിലുള്ള ഒരു ഡോൾഫിനുകളുണ്ട്. അത് കുറേ കാലം അവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ അത് വൃത്തിയായി കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നതായിട്ടുള്ള വാർത്തകൾ വന്നു. മാത്രമല്ല, ലോകത്തിലെ ഒരു ആഡംബര ക്രൂയിസ്, അതായത് ഒരു കപ്പലിന് സമാനമായിട്ടുള്ള വലിയ ബോട്ട്, ഏതാണ്ട് 32 മുറികളൊക്കെ ഉള്ള വലിയ ബോട്ടാണ്. ഒരു ഒറ്റ ട്രിപ്പിൽ തന്നെ കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ട്രിപ്പാണ് അത്. ആ എത്രയോ സംസ്ഥാനങ്ങൾ കടന്ന് അത് യാത്ര ചെയ്യുന്നുണ്ട്. അത് കൂടുതലും വിദേശികളൊക്കെയാണ് അതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ അവിടെ ആയി. അതിൻ്റെ തീരങ്ങളിൽ വലിയ 5 സ്റ്റാർ ഹോട്ടലുകൾ വന്നു. ശരിക്കും അത് ഒരു സ്പിരിച്വൽ ടൂറിസത്തിന് പറ്റിയ ഒരു ഇടമായി മാറ്റിയെടുത്തു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗ വൃത്തിയായി എന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ തെളിവാണല്ലോ. അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ അത്തരം നദിയിൽ ഇറങ്ങില്ല. അവിടെ രാഹുൽ ഗാന്ധിയും അവിടെ പോയി ഗംഗാസ്നാനം ചെയ്തു. എന്തിനു കൂടുതൽ പറയുന്നു, സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഗംഗയിൽ ഇറങ്ങി അവിടെ സ്നാനം ചെയ്യുന്നു, അത് പൂജ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചിത്രങ്ങളൊക്കെ മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2525 കിലോമീറ്റർ നീളമുള്ള ഗംഗാനദി ശുദ്ധീകരിച്ചെടുക്കാമെങ്കിൽ കേവലം 12 കിലോമീറ്ററാണ് ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ മൊത്തത്തിലുള്ള നീളം. അതിൽ തന്നെ ഏതാനും മീറ്ററുകളാണ് ഈ പ്രശ്നമുള്ള സ്ഥലം. ഇത് ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ കഴിവില്ലാത്ത, കെൽപ്പില്ലാത്ത, ആർജവമില്ലാത്ത ഒരു ഭരണകൂടം ഭരിക്കുന്ന ഈ കേരളത്തിൽ നിന്നുകൊണ്ടാണ് അവരുടെ അണികളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഗംഗാ നദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ അവർക്ക് വാ പൂട്ടേണ്ടി വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അത് ചില കാഴ്ചകൾ കണ്ടുകൊണ്ടാണ്. ഒന്ന് ഓർത്തു നോക്കുക, ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് കേരളം ഈ ആമയിഴഞ്ചാൻ തോടിനെ പറ്റി ചർച്ച ചെയ്യുന്നത് പോലും. അതെ, എന്നാ ഉണ്ട്, കേവലം 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഭരണകൂടങ്ങളുടെ ഇച്ഛാശക്തി കുറവുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ആളുകളുടെ വിവരക്കേടും അല്ലെങ്കിൽ അറിവില്ലായ്മയും മാത്രമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ UP-യിലെ ഗംഗാനദി ശുദ്ധമാവില്ലായിരുന്നു. അവിടെ അത് സാധ്യമായെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെയും അവരെ ബോധവാന്മാരാക്കിയാൽ ഭരണകൂടം കുറച്ച് ആർജവും കൂടെ കാണിച്ചിരുന്നെങ്കിൽ പണ്ടേ വൃത്തിയാവേണ്ടതായിരുന്നില്ലേ? ഓരോ വർഷവും കോടികളാണ് ഇത് വൃത്തിയാക്കാൻ വേണ്ടി മാത്രം. അത് കോർപ്പറേഷനാവട്ടെ, നിയമസഭയെ പാസ്സാക്കുന്ന ബജറ്റിലാവട്ടെ, ഇതിലൊക്കെ വകയിരുത്തുന്നത്. അതൊക്കെ എവിടെ പോയി? അതൊക്കെ ചിലവായിപ്പോയി, ചില വായിൽ പോയി എന്ന് വേണം കരുതാൻ. അല്ലായിരുന്നെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നു, അതും തലസ്ഥാന നഗരിയിൽ. ഇവിടെ ഇരുന്നു കൊണ്ട് 2525 കിലോമീറ്റർ നീളമുള്ള ഗംഗാനദിയുടെ ശുദ്ധിയില്ലായ്മയെപ്പറ്റി നമുക്ക് പറയാൻ എന്ത് അടിസ്ഥാന യോഗ്യതയായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് എന്ന് ഓരോ മലയാളിയും ചോദിക്കണം. അവർക്കത് വൃത്തിയാക്കി എടുക്കാമെങ്കിൽ പ്രധാനമന്ത്രിക്കും പ്രിയങ്ക
ഗാന്ധിക്കും അടക്കമുള്ളവർക്ക് അതിലിറങ്ങി കുളിക്കാമെങ്കിൽ, ആ വെള്ളം കുടിക്കാമെങ്കിൽ അത് വൃത്തിയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഡോൾഫിനുകൾ തിരിച്ചു വന്നെങ്കിൽ അതിന് ആ പ്രകൃതി കൂടി നൽകുന്ന ഒരു സൂചനയാണിത്. അതിന് സാധ്യമാവുമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഒരു ചെറിയ തോട് ഈ ഇടതുപക്ഷ സർക്കാരിനോ അല്ലെങ്കിൽ ഇതിനു മുന്നേ ഭരിച്ചിരുന്ന വലതുപക്ഷ സർക്കാരുകൾക്കോ ഇത് ശാശ്വതമായിട്ട് വൃത്തിയാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നാണ് ചിന്തിക്കേണ്ടത്. വേണമെങ്കിൽ അത് കമ്പിവേലി കെട്ടുകയോ അല്ലെങ്കിൽ അതിൻ്റെ അതിര് തിരിക്കുകയോ അല്ലെങ്കിൽ അവിടെ അതിൻ്റെ അടുത്തുള്ള ആളുകളെ ബോധവൽക്കരിക്കുകയോ അല്ലെങ്കിൽ കർശനമായുള്ള പിഴ ഈടാക്കുകയൊക്കെ ചെയ്ത് അത് വേണമെന്ന് വെച്ചാൽ ചെയ്യാമായിരുന്നു. ചെയ്തില്ല. കാരണം ഇങ്ങനെ ഈ മാലിന്യങ്ങൾ അതിനകത്തോട്ട് ആളുകൾ എറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ പേരിൽ ഓരോ വർഷവും മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആമയിഴഞ്ചാൻ തോട് ശുദ്ധീകരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കോടികൾ മാറ്റിവെക്കാനും അതിൽ നിന്ന് അടിച്ചു മാറ്റാനും പറ്റും. അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവൻ അതിന് വില കൊടുക്കേണ്ടി വന്നു എന്ന് മാത്രം.